30ഓളം കുട്ടികളുടെ മധ്യത്തിൽ വെച്ച് പരസ്യ വിചാരണ നടത്തുകയും വിവസ്ത്രനാക്കി 2 ബെൽറ്റ് മുറിയുന്നത് വരെ അടിക്കുകയുണ്ടായി. അതോടൊപ്പം പാറപ്പുറത്ത് പല സ്ഥലങ്ങളിലും കൊണ്ടുപോയി പീഡിപ്പിച്ചു. അവൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അത് വ്യക്തമായിട്ടുണ്ട്. വയറിലെ കുടല് വരെ ചതഞ്ഞു പോകുന്ന രീതിയിലാണ് ചവിട്ടിയിട്ടുള്ളത്. 3 ദിവസത്തോളം ആഹാരം കൊടുത്തിട്ടില്ല, വെള്ളം കൊടുത്തിട്ടില്ല. ക്രൂരമായ മർദ്ദനത്തിന്റെ വേദനയും വിവസ്ത്രനായി മറ്റുള്ളവർക്ക് മുന്നിൽ നിൽക്കേണ്ടി വന്ന അപമാനഭാരവും ഒരു യുവാവിനെ ആത്മഹത്യയിൽ കൊണ്ടെത്തിച്ചിരിക്കുന്നു. ഒപ്പം ഈ പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴും സഹായിക്കാൻ ആരും വരുന്നില്ല എന്ന ബോധ്യവും. വെറ്ററിനറി വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണം നമ്മെ വീണ്ടും ചിലത് ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ക്യാമ്പസുകളിൽ പടർന്നു പിടിക്കുന്ന അക്രമവാസനയുടെയും ക്രൂരതയുടെയും നേർചിത്രമാണ് ഈ മരണം. ഈ ഫെബ്രുവരി 18-നാണ് തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശിയും വയനാട് പൂക്കോട് വെറ്ററിനറി സർവകലാശാല ക്യാമ്പസിലെ 2ാം വർഷ BVSc വിദ്യാർത്ഥിയുമായ സിദ്ധാർത്ഥൻ മരിച്ചത്. കോളേജ് ഹോസ്റ്റലിലെ കുളിമുറിയിലാണ് സിദ്ധാർത്ഥനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. കേസിൽ കഴിഞ്ഞ ദിവസം 6 വിദ്യാർത്ഥികളെ കൽപ്പറ്റ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തിരുന്നു. SFI യൂണിറ്റ് സെക്രട്ടറി അടക്കമുള്ളവർ കേസിലെ പ്രതികളാണ്. ഒരു പ്രതിയെ പോലീസ് പിടിച്ചുവെങ്കിലും മറ്റുള്ളവർ ഒളിവിലാണ്. 6 പേരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. സിദ്ധാർത്ഥന്റെ ശരീരത്തിൽ 2-3 ദിവസം പഴക്കമുള്ള ഒട്ടേറെ മുറിവുകളാണ് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയത്. സിദ്ധാർത്ഥന് ക്രൂരമായ മർദ്ദനമേറ്റുവെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഫെബ്രുവരി 14-ന് വാലന്റൈൻസ് ഡേക്കാണ് സിദ്ധാർത്ഥൻ ആക്രമണത്തിനിരയായത്. ഫെബ്രുവരി 13-ന് ക്യാമ്പസിലെ ഒരു വിദ്യാർത്ഥിനിയോട് സിദ്ധാർത്ഥൻ പ്രണയാഭ്യർത്ഥന നടത്തിയതോടെയാണ് SFI നേതാക്കൾ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾ സിദ്ധാർത്ഥനെ മർദ്ദിക്കാൻ തീരുമാനിച്ചത്. ഫെബ്രുവരി 14-ന് വാലന്റൈൻസ് ഡേയുമായി ബന്ധപ്പെട്ട് നടന്ന പരിപാടിയിൽ സീനിയർ വിദ്യാർത്ഥികൾക്കൊപ്പം സിദ്ധാർത്ഥൻ നൃത്തം ചെയ്തതും മർദ്ദനത്തിന് കാരണമായി. 100ഓളം വിദ്യാർത്ഥികൾ നോക്കി നിൽക്കെ വിവസ്ത്രനാക്കി ബെൽറ്റ് കൊണ്ട് അടിച്ചുവെന്നാണ് സിദ്ധാർത്ഥന്റെ ബന്ധുക്കൾ പറയുന്നത്. 3 ദിവസത്തോളം ഭക്ഷണവും വെള്ളവും നൽകാതെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. സംഭവവുമായി ബന്ധപ്പെട്ട് 12 പേരെ ക്യാമ്പസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. കോളേജ് യൂണിയൻ പ്രസിഡന്റും യൂണിയൻ അംഗവും സെക്രട്ടറിയും ഒക്കെ പ്രതികളാണ്. ഒരു വിദ്യാർത്ഥിയുടെ മരണത്തിലേക്ക് നയിച്ചുവെങ്കിൽ വിദ്യാർത്ഥി രാഷ്ട്രീയം എന്താണ് മുന്നോട്ട് വയ്ക്കാൻ ശ്രമിക്കുന്നതെന്ന് നാം അന്വേഷിക്കണം. ഫെബ്രുവരി 15-ന് വീട്ടിലേക്ക് പോകാനിറങ്ങിയ സിദ്ധാർത്ഥനെ പാതി വഴിയിൽ വെച്ച് തിരികെ കോളേജിലേക്ക് വിളിച്ച ശേഷമായിരുന്നു ഈ അതിക്രമങ്ങൾ നടത്തിയത്. ക്യാമ്പസിനുള്ളിൽ വെച്ച് വിവസ്ത്രനാക്കി പരസ്യ വിചാരണ നടത്തിയെന്നും ബെൽറ്റും വയറും ഉപയോഗിച്ച് മർദ്ദിച്ചുവെന്നും സിദ്ധാർത്ഥന്റെ മാതാപിതാക്കൾ ആരോപിക്കുന്നു. ക്രൂരമായ മർദ്ദനത്തിന്റെ വേദനയും വിവസ്ത്രനായി മറ്റുള്ളവർക്ക് മുന്നിൽ നിൽക്കേണ്ടി വന്ന അപമാനഭാരവും ഒരു യുവാവിനെ ആത്മഹത്യയിൽ കൊണ്ട് എത്തിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയണം. ഒപ്പം ഈ പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ സഹായിക്കാൻ ആരും വരുന്നില്ല എന്ന ബോധ്യവും കൂടി ചേർന്നപ്പോൾ ഒരു വ്യക്തി കടന്നുപോയത് അതിക്രൂരമായ ശാരീരിക വേദനകൾക്കൊപ്പം അത്ര തന്നെ അല്ലെങ്കിൽ അതിലുമേറെ മാനസിക വേദനകളിൽ കൂടിയായിരുന്നുവെന്ന് പറയേണ്ടതില്ല. നമ്മുടെ ക്യാമ്പസുകൾ, നമ്മുടെ വിദ്യാലയങ്ങൾ ഇത്തരം അക്രമ രാഷ്ട്രീയം ഉയർത്തുന്നതാകരുത് ഒരിക്കലും. ഇത്തരം ക്രൂരതകൾ കാഴ്ചവെക്കുന്നവരെ സംഘടനാ നേതൃത്വം ഒരു കാരണവശാലും സംരക്ഷിക്കാനും പാടില്ല. സിദ്ധാർത്ഥന്റെ മരണത്തിന് ഉത്തരവാദിയായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എത്രയും വേഗം. ഇനി ആ കുടുംബത്തിന് അത്രമാത്രമേ ആഗ്രഹിക്കുവാനും പ്രതീക്ഷിക്കുവാനും കഴിയൂ. കാരണം ഇനി ഒന്നും സിദ്ധാർത്ഥന് പകരമാകില്ല എന്നതുകൊണ്ട് തന്നെ. പരാതി തീർപ്പാക്കലും ശിക്ഷ വിധിക്കലും ഒന്നും നടത്തേണ്ടത് രാഷ്ട്രീയ പാർട്ടികളുടെ കോടതികളിലല്ല. അത് അനുവദിക്കാനും കഴിയില്ല.